ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. ജർമ്മനിയുമായി ചേർന്ന് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന അത്യാധുനിക അന്തർവാഹിനികളുടെ കരാർ അടുത്ത 3 മാസത്തിനുള്ളിൽ ഒപ്പിടും. $8 ബില്യൺ, അതായത് ഏകദേശം 66,000 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ കരാറിന്റെ പ്രത്യേകത? ഇത് ഇന്ത്യൻ നാവികസേനയെ എങ്ങനെ മാറ്റും? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിടുന്ന പ്രോജക്ട് 75I പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർണായക കരാർ ഒരുങ്ങുന്നത്. ജർമ്മൻ കമ്പനിയായ ടിസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസും ഇന്ത്യയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും സംയുക്തമായി 6 അത്യാധുനിക അന്തർവാഹിനികൾ നിർമ്മിക്കുന്ന ഈ നീക്കത്തിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. വെറുമൊരു വ്യാപാര കരാർ എന്നതിലുപരി ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള നയതന്ത്ര പ്രതിരോധ ബന്ധത്തെ പുതിയ ഉയരങ്ങൾ എത്തിക്കുന്ന ഒന്നാണിത്. വിദേശത്തു നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് പകരം പൂർണ്ണമായും സാങ്കേതിക വിദ്യ കൈമാറി ഇന്ത്യയിൽ തന്നെ ഇവ നിർമ്മിക്കുന്നു എന്നത് ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ കരാറിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ 17 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളാണുള്ളത്. ഇതിൽ ഭൂരിഭാഗം 25 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഇവയ്ക്ക് ദീർഘനേരം കടലിനടിയിൽ കഴിയാൻ കഴിയില്ല. എന്നാൽ ജർമ്മനിയുടെ ടൈപ്പ് 214 ഡിസൈനിനെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഈ പുതിയ അന്തർവാഹിനികൾക്ക് AIP സാങ്കേതിക വിദ്യയുണ്ട്. സാധാരണ അന്തർവാഹിനികൾക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ ഇടയ്ക്കിടെ ജലനിരപ്പിന് മുകളിൽ വരണമെങ്കിൽ AIP ഉള്ള സബ്മറൈനുകൾക്ക് ആഴ്ചകളോളം കടലിനടിയിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാൻ കഴിയും. കൂടാതെ ഇതിലെ ലിഥിയം അയൺ ബാറ്ററികളും അത്യാധുനിക സെൻസറുകളും ഇതിനെ ലോകത്തിലെ തന്നെ മികച്ച പോർമുനയാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ സമുദ്രാതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് പാകിസ്ഥാൻ ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ കരാർ അത്യന്താപേക്ഷിതമാണ്. നിലവിൽ ചൈനയുടെ പക്കലുള്ള അത്യാധുനിക യുവാൻ ക്ലാസ് AIP അന്തർവാഹിനികളും ചൈനീസ് സഹായത്തോടെ പാകിസ്ഥാൻ നടത്തുന്ന നാവിക നവീകരണവും ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന ഈ പുതിയ 6 അന്തർവാഹിനികൾ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തന്ത്രപ്രധാനമായ മലായ് കടലിടുക്കിലും ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ സഹായിക്കും. എണ്ണത്തിൽ വലിയ ചൈനീസ് നാവികപ്പടയെ നേരിടാൻ ഗുണമേന്മയുള്ള ആയുധശേഖരം വഴി ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന ഈ പദ്ധതി പ്രത്യേകിച്ച് അറബിക്കടലിൽ പാകിസ്ഥാനെതിരെ വ്യക്തമായ സൈനികാധിപത്യം പുലർത്താൻ രാജ്യത്തെ സഹായിക്കും. ഈ കരാറിന്റെ മറ്റൊരു വലിയ വിജയം മേക്ക് ഇൻ ഇന്ത്യ എന്നതാണ്. ഈ അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ 45% മുതൽ 65% വരെ ഇന്ത്യൻ സാമഗ്രികൾ ഉപയോഗിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിക്കുന്നതോടെ ഭാവിയിൽ സ്വന്തമായി അത്യാധുനിക അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ശേഷി നമ്മുടെ എഞ്ചിനീയർമാർക്ക് ലഭിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ചുരുക്കത്തിൽ 2026 ഇന്ത്യ ഒപ്പിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിരോധ കരാറുകളിൽ ഒന്നായിരിക്കും ഇത്. $8 ബില്യൺ ചെലവിൽ നടപ്പിലാക്കുന്ന ഈ ബൃഹത് പദ്ധതി കടലിനടിയിൽ ഭാരതത്തെ ഒരു അജയ്യ ശക്തിയാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ നിർമ്മാണവും ഒത്തുചേരുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരും. സമുദ്ര സുരക്ഷയിൽ പുതിയൊരു ചരിത്രം കുറിക്കാൻ പോകുന്ന ഈ കരാറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത 3 മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.